ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ബോക്സിംഗ് കിറ്റ് അല്ലെങ്കിൽ പഞ്ചിങ് ബാഗ് ഇത് എങ്ങനെ യൂസ് ചെയ്യാം, ഇതൊരു പ്രോപ്പർ മെത്തേഡിൽ നമുക്ക് എങ്ങനെ കറക്റ്റായി യൂസ് ചെയ്യാം എന്ന കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ പഞ്ച് ചെയ്യാൻ, അതായത് നമ്മൾ എപ്പോഴും തുടങ്ങുക ബേസിക് പഞ്ച് ജാബ് ആൻഡ് ക്രോസിലായിരിക്കും. ജാബ് എന്ന പഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഒരു 1 hand ഡിസ്റ്റൻസ് നമ്മൾ കിറ്റിൽ നിന്ന് എടുക്കാം. അതായിരിക്കും നിങ്ങളുടെ നോർമൽ പൊസിഷൻ. ഇനി എന്തിന് ഞാൻ ഇങ്ങനെ വെക്കുന്നു എന്ന് വെച്ചാൽ, ഇതൊരു ബിഗിനറിന് വേണ്ടിയിട്ടാണ്. അതായത് കുറച്ചധികം കാലമായിട്ട് നിങ്ങൾ ബോക്സിങ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ സംബന്ധിച്ച് ഈ ഡിസ്റ്റൻസ് കാര്യങ്ങളൊന്നും കാര്യമില്ല. നിങ്ങൾക്ക് അതെന്താണ് മൂവ് ചെയ്ത് കളിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ആദ്യമായിട്ട് ഒരാൾ കിറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ആ ലെഗ് മൂവ്മെൻറ്റും കാര്യങ്ങളൊന്നും വരില്ല. അങ്ങനെയുള്ളവർക്കാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ 1 hand ഡിസ്റ്റൻസിൽ സ്റ്റാൻഡ് ചെയ്യുന്നു, ഗാർഡ് അപ്പ് ചെയ്ത് വെക്കുന്നു. ആദ്യത്തെ പഞ്ച് ജാബ്. ഇമാജിൻ ചെയ്യുക, എൻ്റെ ഹെഡ് ലെവലാണ്, ഇതെൻ്റെ ഒപ്പണൻ്റാണ്. എൻ്റെ ഹെഡ് ലെവലിന് ഈക്വലാണ് ഒപ്പണൻ്റ്. എൻ്റെ ബോഡി സൈസ് തന്നെയാണ്, അതായത് എൻ്റെ ബോഡി സൈസിലുള്ള ഒരു ഒപ്പണൻ്റാണ് എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഹെഡിൻ്റെ ഹൈറ്റ് അടക്കം സെയിം ആണ്. നമ്മളെപ്പോഴും ബോക്സിങ്ങിൽ പഞ്ച് ചെയ്യുക, മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക ഹെഡിനെയാണ്. അപ്പോൾ നിങ്ങൾ ജാബ് എന്ന പഞ്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് അയാളുടെ, എൻ്റെ ഒപ്പണൻറ്റിൻ്റെ ഹെഡ്, അതായത് എൻ്റെ ഹെഡ് ഇതാണെങ്കിൽ ഞാൻ പഞ്ച് ചെയ്യേണ്ട ഹെഡും ഇവിടെ ആയിരിക്കണം. ഹെഡിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. പഞ്ച് ചെയ്യണ സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുക. കൂടാതെ നിങ്ങൾക്ക് മൗത്ത് ഗാർഡ് ഗം ഉണ്ടെങ്കിൽ ഗമ്മ് നിങ്ങൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത് മൂക്കിൽ കൂടെയും ബ്രീത്ത് ഇൻ ചെയ്യുന്നതും മൂക്കിൽ കൂടെയും ആവണം. അപ്പം ചില ആൾക്കാർ ഈ നമ്മൾ വായിൽ ഗാർഡ് വെക്കാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഗമ്മ വെക്കാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, പിന്നീട് അത് വെക്കുമ്പോൾ അത് അവർക്ക് ഡിസ്കംഫേർട്ട് വരുമോ. അപ്പോൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഗമ്മ വെച്ചാൽ, നിങ്ങൾക്ക് റിങ്ങിൽ ഇറങ്ങാൻ താല്പര്യമുണ്ട്, ഒരു കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം നമ്മൾ ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്, 1 എന്ന പഞ്ച് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക. 1 എന്ന പഞ്ച് സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് ബേസിക്കലി നമ്മളെ ഫസ്റ്റത്തെ മെത്തേഡ്, ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ്, ഇനി ഇതിൻ്റെ മുകളിലാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ബിഗിനർ, ഇനി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്, അല്ലെങ്കിൽ അറിയാം. ഇപ്പം 2 രീതിയിൽ എനിക്ക് ബേസിക് ജാബ് എന്ന പഞ്ച് ചെയ്യാം. നിങ്ങൾ നോക്കുക, ഫസ്റ്റത്തെ പഞ്ച് എന്ന് പറയുന്നത്, ഇത് ഞാൻ എൻ്റെ ബോഡി വെയിറ്റ് കൊടുക്കുക. ഇവിടെ എന്താണ്, ഞാൻ എൻ്റെ ബോഡി വെയിറ്റിനെ ഞാൻ ഫ്രണ്ടിലേക്ക് കൊടുക്കുകയാണ്. എന്നാൽ നമുക്ക് ജസ്റ്റ് ഒപ്പണൻറ്റിൻ്റെ ഒരു ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി വലിയ എഫേർട്ട് ഇല്ലാണ്ട് ടച്ച് ആൻഡ് ബാക്ക് എന്ന സ്റ്റൈലും ചെയ്യാം. ഇത് സെക്കൻഡ് മെത്തേഡ്. 2 മെത്തേഡും നമുക്ക് ആവശ്യമുണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് ഒരു എന്താ പറയുക, ഒപ്പണൻറ്റിൽ നമുക്കൊരു ഗ്യാപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ചുമ്മാ ടാപ്പ് ചെയ്ത് കളിക്കും. എവിടെയാണോ ഒപ്പണൻറ്റ് വീക്ക് പോയിന്റ്, അല്ലെങ്കിൽ എവിടെയാണോ അയാൾ ഗാർഡ് ഓപ്പൺ ചെയ്യുന്നത്, അവിടെ കയറി നമ്മൾ പഞ്ച് ചെയ്യും. അപ്പം അതിന് വേണ്ടിയിട്ട് ആണ് ലൈറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ് പഞ്ചസ്. ആൻഡ് ഹെവി പഞ്ചസ് എന്ന് പറയുന്നത് അത് അയാൾക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ 2 മെത്തേഡ് ഞാൻ ഇവിടെ പറഞ്ഞു. ഒന്ന് ലൈറ്റായിട്ട് ചെയ്യാം, ഒന്ന് കുറച്ച് ഹെവി ആയിട്ട് ചെയ്യാം, ജാബ് തന്നെ. ഇനി ഈ ജാബ് എന്ന പഞ്ചല്ല, സ്ട്രെയിറ്റ് പഞ്ചസ് ഏതും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, സ്ട്രെയിറ്റ് പഞ്ചസ് ഏതും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒപ്പണൻറ്റിൻ്റെ ഹെഡും നമ്മളുടെ ഹെഡും തമ്മിൽ ഒരു ഇമാജിനറി ലൈൻ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ആ ലൈനിന് ഔട്ട്സൈഡ് വെച്ച് പഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങളുടെ ബോഡിയെ സേഫ് ആക്കി വെക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെഡിനെ സേഫ് ആക്കി വെക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒപ്പണൻറ്റിൻ്റെ ഹെഡ് ഇവിടെ,
ഞാൻ ഇവിടുന്ന് പഞ്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അയാളുടെ ഹെഡും എൻ്റെ ഹെഡും സ്ട്രെയിറ്റ് ആണ്. ഇനി ആ ലൈനിന്ന് ഞാൻ കുറച്ചൊന്ന് ഔട്ട്സൈഡ് എൻ്റെ ഹെഡ് വെച്ചു. അപ്പം എന്താണ്, ഇൻ കേസ് അയാൾ കൗണ്ടർ അടിക്കുകയാണെങ്കിൽ അതെൻ്റെ ഹെഡിന് കൊള്ളാനുള്ള ചാൻസ് കുറവായിരിക്കും. ഓക്കെ, അയാൾ കൗണ്ടർ അടിച്ചാൽ അത് എൻ്റെ ഹെഡിന് കൊള്ളാനുള്ള ചാൻസ് കുറവായിരിക്കും. അതുകൊണ്ട് എപ്പോഴും പഞ്ച് ചെയ്യുന്ന സമയത്ത്, എക്സ്പെഷ്യലി സ്ട്രൈറ്റ് പഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹെഡ് ആ ഒരു ഹെഡ് ടു ഹെഡ് ലൈനിൻ്റെ ഔട്ട്സൈഡ് വെക്കുക. ഇതാണ് തേർഡ് റൂള്. ആദ്യത്തെ എന്താണ്, എങ്ങനെ പഞ്ച് ചെയ്യാം, 2 ഡിഫറെൻറ്റ് പഞ്ച്. തേർഡ് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് നമ്മൾ ഹെഡ് വെക്കണം പഞ്ചിന്. ഇതെല്ലാം ഞാൻ ജാബിൻ്റെ കാര്യത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ആദ്യം ജാബ് എങ്ങനെ ചെയ്യാൻ നോക്കാം, പിന്നീട് ക്രോസിലേക്ക് വരാം. ഇനി ഈ ജാബ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിന്ന സ്ഥലത്തുനിന്ന് മാത്രമല്ല ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ എന്താണ്, സ്റ്റാൻഡിങ് പൊസിഷനിലാണ് നിങ്ങൾക്ക് ഞാൻ ജാബ് കാണിച്ചു തന്നത്. ഈ ജാബ് നമുക്ക് എന്ത് ചെയ്യാം, ബോഡി ഒന്ന് ബൗൺസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മൂവ് ചെയ്തിട്ട് സ്റ്റെപ്പിൻ ചെയ്തിട്ട് സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ടെല്ലാം ചെയ്യാം. സ്റ്റെപ്പിൻ ചെയ്ത് പഞ്ച് ചെയ്ത് എങ്ങനെ ഉണ്ടോ, ഇപ്പം ഞാൻ എന്താണ്, എൻ്റെ ഇടത്തെ കാലിനെ ഫോർവേഡ് ചെയ്യുന്നു, പഞ്ച് ചെയ്യുന്നു. സ്റ്റെപ്പിൻ ചെയ്ത് പഞ്ച് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ലെഗിന് ഞാൻ സ്റ്റെപ്പ് ബാക്കും ചെയ്യുന്നുണ്ട്. പഞ്ച് ചെയ്യുന്നു, സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നു, പഞ്ച് ചെയ്യുന്നു, സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നു. ഇങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. സ്റ്റെപ്പിങ് കഴിഞ്ഞു. ഇനി ഇത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു റിതത്തിൽ ഡബിൾ പഞ്ചസ് ചെയ്യാം. ഡബിൾ പഞ്ചസ് നിങ്ങൾക്ക് നിന്ന് ചെയ്യുന്നേക്കാൾ എളുപ്പം. ബോഡി ഒന്ന് നമ്മൾ എന്താ പറയുക, ലെഗ് ഉപയോഗിച്ച് പഞ്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പവർ വരും. നമ്മൾ ചുമ്മാ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേഗതയും ഉണ്ടാവില്ല, നിങ്ങൾക്കത് റീച്ചും കിട്ടില്ല. ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ബൗൺസ് ചെയ്യാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഡബിൾ ടാപ്പ് അല്ലെങ്കിൽ ജാബ് തന്നെ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ തവണ ചെയ്യാം. ഇത് തന്നെ സർക്കിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. 1 2 1 1 1 1 1 1 1 1 1. ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സർക്കിൾ ചെയ്തിട്ടും കിറ്റിന് ചുറ്റും സർക്കിൾ ചെയ്ത് ചെയ്യാം. ഈ സർക്കിൾ ചെയ്ത് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് റിങ്ങിൽ നിൽക്കാനുള്ളൊരു എൻഡ്യൂറൻസ് കൂടും. കൂടാതെ നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് പഞ്ച് ഫയർ ചെയ്യാനുള്ളൊരു എബിലിറ്റി അതും നിങ്ങൾക്ക് കൂടുതലായിട്ട് വരും.